വിൻസോക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പലരും കരുതുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതൊക്കെ കാറ്റിന്റെ ദിശ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമല്ലേ? അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ഇത് എയർപോർട്ടുകളിലൊക്കെ മാത്രം മതി വെക്കുന്ന സാധനം, ഇത് നമുക്ക് ഇവിടുന്ന് ആവശ്യമില്ല അല്ലേ? ഇനി മറ്റൊരു വലിയ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻസോക്ക് എല്ലാ ഇൻഡസ്ട്രികളിലും നിർബന്ധമാണോ? ഇനി ISO ഫാക്ടറീസ് ആക്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക NBC ഗൈഡ് ലൈൻസ്, ഇതിലൊക്കെ വിൻസോക്ക് സ്ഥാപിക്കണം എന്ന് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ആളുകൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസോക്ക് ശരിക്കും എവിടെയാണ് ആവശ്യമായിട്ടുള്ളത്, എവിടെയാണ് ഇത് നിർബന്ധമായിട്ടുള്ളത്, അതിൻ്റെ ഇൻസ്റ്റാളേഷനും മെയിൻ്റനൻസിലും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ വിൻസോക്കിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി ഒരു സേഫ്റ്റി പ്രൊഫഷണൽ അറിയേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം വിൻസോക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ തെറ്റായിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൂരജ്. പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ നിങ്ങൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടല്ലോ, പക്ഷേ അതിലൊന്നും നിങ്ങളുടെ പേരും കാര്യങ്ങളൊന്നും നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ വീട് എവിടെയാണ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഏത് കമ്പനിയിൽ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഞാൻ പറയുകയാണ്, എൻ്റെ പേര് സൂരജ് എന്നാണ്. എൻ്റെ വീട് പത്തനംതിട്ട ഓമല്ലൂരാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ മൈസൂർ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. സേഫ്റ്റി യൂസറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12 വർഷമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സേഫ്റ്റി ഫീൽഡിൽ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് സേഫ്റ്റി, പിന്നെ അതുപോലെ തന്നെ ഫയർ, ഇൻഡസ്ട്രിയൽ നോളജ് എന്നിവ എളുപ്പത്തിൽ മലയാളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നമുക്ക് സമയം കളയേണ്ട, നേരെ സബ്ജക്റ്റിലേക്ക് പോകും. ഇനി നമുക്ക് ആദ്യം വിൻസോക്ക് എന്താണെന്ന് നോക്കിയാൽ, ഈ വിൻസോക്ക് എന്നത് ഒരു വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്ററാണ്. അതായത് കാറ്റ് ഏത് ദിശയിൽ നിന്നാണ് വീശുന്നത് എന്നും അതിൻ്റെ പവർ ഏകദേശം എത്രയാണെന്ന് വളരെ എളുപ്പത്തിൽ കാണിച്ചു തരുന്ന ഒരു ഉപകരണമാണ് ഈ വിൻസോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സാധാരണ ഒരു കോൺ ഷേപ്പിലുള്ള ഒരു തുണി കൊണ്ടിട്ടാണ് ഈ ഒരു സാധനം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കാറ്റ് വീശുന്ന സമയത്ത് ഈ വിൻസോക്ക് എന്ത് ചെയ്യും? കാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇത് നീളും. മനസ്സിലായില്ലേ? അപ്പോൾ അതിലൂടെ കാറ്റിൻ്റെ ദിശയും അതിൻ്റെ പവറും ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ആളുകൾക്കുള്ള ഒരു ചോദ്യമാണ്, ഈ വിൻസോക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ കാറ്റ് ഇല്ലെങ്കിൽ, നമുക്കെല്ലാം അറിയാം, കാറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? വിൻസോക്ക് ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കും ഇല്ലേ? അപ്പോൾ ചെറിയൊരു കാറ്റ് വീശുമ്പോൾ അത് കുറച്ച് മാത്രം ഇങ്ങനെ ഉയരും. മനസ്സിലായില്ലേ? അപ്പോൾ കാറ്റിൻ്റെ വേഗം കൂടുമ്പോൾ വിൻസോക്ക് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഉയർന്നു നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടാകുമ്പോൾ അത് ഏകദേശം ഒരു പൂർണ്ണമായിട്ട് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ കാണപ്പെടും. അപ്പോൾ അതിനാൽ യാതൊരു ഇലക്ട്രോണിക് ഉപകരണവും ഇല്ലാതെ തന്നെ നമുക്ക് വിൻഡ് ഡയറക്ഷൻ, വിൻഡിൻ്റെ സ്പീഡ് എന്നിവ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വിൻഡിൻ്റെ സ്പീഡ് എങ്ങനെ മനസ്സിലാക്കാം ഈ വിൻസോക്ക് ഉപയോഗിച്ചിട്ട്? വളരെ സിമ്പിളാണ്. അതായത് ഈ വിൻസോക്ക് താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ വിൻഡിൻ്റെ സ്പീഡ് ഏകദേശം 0 മുതൽ 3 കിലോമീറ്റർ വരെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി അല്പം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ 3 മുതൽ 15 കിലോമീറ്റർ വരെ ആയിരിക്കും അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കുറച്ചുകൂടി നീണ്ടു നിൽക്കുകയാണെങ്കിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പൂർണ്ണമായിട്ട് നമ്മൾ നല്ല സ്റ്റേൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാറ്റിൻ്റെ വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കിലോമീറ്ററിന് മുകളിലായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്രെയിൻ ലിഫ്റ്റിങ്, പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ് വർക്ക് പോലുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞു ഈ വിൻസോക്കിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡിൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നാൽ അതിലുപരിയായിട്ട് പല സേഫ്റ്റി ആവശ്യങ്ങൾക്കും ഈ വിൻസോക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ക്രെയിൻ ഓപ്പറേറ്റേഴ്സൊക്കെ ഈ ക്രെയിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യും? കാറ്റിൻ്റെ പവർ മനസ്സിലാക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കെമിക്കൽ ഫാക്ടറികളിലൊക്കെ ഈ ഗ്യാസ് ലീക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോക്സിക് ഗ്യാസസ് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വിൻസോക്ക് സഹായിക്കും. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ ഡസ്റ്റ് എമിഷൻ ഉള്ള സ്ഥലങ്ങളിൽ തൊഴിലാളികളെ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു വിൻസോക്ക് നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എമർജൻസി റെസ്പോൺസ് ടീമിന് അപകട സമയത്ത് ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ ഈ വിൻസോക്ക് വളരെ ഉപകാരപ്രദമാണ്.
ഇനി ഇൻഡസ്ട്രികളിൽ ഈ വിൻസോക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രീസ്, പിന്നെ അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് പ്ലാന്റ്, പിന്നെ അതുപോലെ പെട്രോളിയം സ്റ്റോറേജ്, പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടുകൾ, പിന്നെ മൈനിങ് ഇൻഡസ്ട്രീസ്, ഫെർട്ടിലൈസർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റീൽ പ്ലാന്റ്, പിന്നെ വലിയ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ എന്നിവിടങ്ങളൊക്കെ ഈ വിൻസോക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഗ്യാസ് ലീക്ക്, പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ റിലീസ്, പിന്നെ ഫയർ ആക്സിഡന്റ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ ഈ കാറ്റിന്റെ ദിശ മനസ്സിലാക്കുവാനും പിന്നെ അതുപോലെ തന്നെ ആളുകളുടെ ജീവൻ വരെ രക്ഷിക്കുവാനും ഇത് നമുക്ക് വളരെയധികം സഹായകരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പല വലിയ കമ്പനികളും ഈ ഒരു വിൻസോക്ക് നിർബന്ധമായിട്ടും അവരവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇത് ഏത് രീതിയിലുള്ള ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കാറ്റിന്റെ യഥാർത്ഥ ഡയറക്ഷൻ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു സ്ഥലത്ത് വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കാറ്റിനെ തടസ്സപ്പെടുത്താത്ത ഒരു തുറന്ന സ്ഥലം, അതായത് ഓപ്പൺ സ്പേസിൽ ഒരു കുറച്ച് ഉയരമുള്ള ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് സെറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ സ്റ്റോറേജ്, പിന്നെ അതുപോലെ ടാങ്ക് ഫാം, പിന്നെ അതുപോലെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഏരിയ തുടങ്ങിയിട്ടുള്ള ഹസാഡസ് ഏരിയയിൽ നിന്ന് എളുപ്പത്തിൽ ആളുകൾക്ക് കാണാൻ കഴിയുന്ന രീതിയിലുമായിരിക്കണം ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ മറ്റൊരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ വിൻസോക്ക് നമ്മൾ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിരിക്കണം. അതായത് ഇതിൻ്റെ ക്ലോത്ത് ഒക്കെ കീറിപ്പോയിട്ടുണ്ടോ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി പോയിട്ടുണ്ടോ, പിന്നെ പോൾ ഡാമേജ് ഉണ്ടോ, പിന്നെ അതുപോലെ തന്നെ റൊട്ടേഷൻ ശരിയായിട്ട് നടക്കുന്നുണ്ടോ എന്നിവയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വിൻസോക്ക് വ്യക്തമായിട്ട് അതുപോലെ തന്നെ കാണാനും കഴിഞ്ഞിരിക്കണം. കേടായ വിൻസോക്ക് പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറ്റി സ്ഥാപിക്കുകയും വേണം. അപ്പോഴേ ഈ വിൻസോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ക്ലോത്ത് അല്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അത് എന്താ പറയുക, അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സേഫ്റ്റി ഡിവൈസ് ആണ്. അപ്പം കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കാൻ ശരിയായ തീരുമാനമെടുത്താൽ വലിയ അപകടങ്ങളും ജീവഹാനിയും ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സേഫ്റ്റി പ്രൊഫഷണൽസിനും വിൻസോക്കിൻ്റെ ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സേഫ്റ്റി ടീമിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ കൂടാതെ ഫയർ ആൻഡ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പം അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു പ്രധാനപ്പെട്ട സേഫ്റ്റി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.